അല്ല ഇത് ആരൊക്കെയാ? നമസ്കാരം. വരണം. നമസ്കാരം. ആനന്ദൻ നമ്മുടെ പാർട്ടിയിൽ ചേരാൻ വന്നിരിക്കുന്നു. ആഹാ. ഗാന്ധിജിയെ നേതാജിയെ നേതാക്കളായി കരുതി അവർ കടന്നു വന്ന വഴികളാണ് ഞാൻ ഇത്രയും നാൾ പിന്തുടർന്നത്. ഇപ്പോ അവർക്കൊക്കെ ശേഷം ആ സ്ഥാനത്ത് നിങ്ങളെയാണ് എനിക്ക് നേതാവായി കാണുന്നത്. നിങ്ങളുടെ കക്ഷിയിൽ ചേർന്ന് എനിക്കാവുന്നതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. മാനത്ത് നിന്നൊരു നക്ഷത്രം തോളിൽ വന്ന് വീണാൽ അതെല്ലാവർക്കും സന്തോഷമല്ലേ? അല്ലേ? നന്നായി, വളരെ നന്നായി. ഇത് മണിവർണ്ണൻ, ഇത് തമിഴരശൻ, അത് കടലൂർ കണ്ണപ്പൻ. ഇവരെല്ലാം പാർട്ടി പ്രമുഖരാ. മറ്റുള്ളവരെല്ലാം മധുരയിൽ നിന്ന് വന്നവരും. വരൂ. സത്യം പറ, എന്താ പെട്ടെന്ന് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ? കക്ഷി മാറൽ? തമിഴ്നാട് രാഷ്ട്രീയം തമിഴ് ശെൽവൻ കുത്തകയെ എടുത്ത പോലുണ്ടല്ലോ ഇത്. ഈ സിനിമാ താരങ്ങളെ നമ്മുടെ കക്ഷി ചേർക്കേണ്ട കാര്യം എന്താ? ഒരു കേഡർ പാർട്ടിക്ക് ഇത്രയും ആഡംബരം ആവശ്യമാണോ? നിന്റെ പടങ്ങളുടെ വിജയത്തിന് ഈ പാർട്ടിയുടെ നയവും സംഭാഷണവുമാണ് കാരണമെന്ന് മനസ്സിലായി. ഈ വിജയം ശാശ്വതമായിരിക്കില്ല. ഈ പാർട്ടി പ്രവർത്തനം, രാഷ്ട്രീയ പ്രവേശം, അത് വേണോ? തനിക്ക് സിനിമാക്കാരുടെ ഇത്ര കോപം എന്താണോ? ഇപ്പൊ ഞാൻ, ഗോപാലൻ, തമിഴ് സെൽവൻ എല്ലാവരും ഇവിടുന്ന നാടകത്തിൽ നിന്ന് വന്നവരല്ലേ. രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി സിനിമയെ ഉപയോഗിക്കുന്നത് വേറെ. എന്നാൽ സിനിമയിൽ മുന്നേറുന്നതിന് വേണ്ടി രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിനെ നമ്മൾ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. എന്റെ തീരുമാനം അറിഞ്ഞ് തമിഴ് ശെൽവൻ സന്തോഷിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. കൈയോട് കൈകോർത്ത് നാം ശ്രമിച്ചാൽ ഈ മണ്ണിന്റെ രാജാക്കന്മാരുടെ രാജാക്കളാകാം. മണിവർണ്ണ, നമ്മുടെ കക്ഷി വളർന്നത് പ്രസംഗം കൊണ്ടാ. അതിനുശേഷം കഥ, കവിത, സാഹിത്യം, ഇന്ന് നാടകമല്ലേ. നാളെ സിനിമയും ഒരു ആയുധമായി മാറാമല്ലോ. ഉദ്ദേശശുദ്ധിയോടെ നാം എടുത്തു വെക്കുന്ന ഓരോ ചുവടും നമ്മെ ഉന്നതങ്ങളിലേക്ക് നയിക്കും. വാനത്തെ കീഴടക്കി സിനിമ ശക്തമായൊരു മാധ്യമമല്ലേ. അത് വിരട്ടി ഓടിക്കേണ്ട പേയോ പിശാചോ അല്ല. ആനന്ദനെ നമ്മുടെ കക്ഷിയുടെ മുന്നേറ്റത്തിന് എങ്ങനെ പ്രയോജനപ്പെടുത്തണമോ അങ്ങനെ പ്രയോജനപ്പെടുത്തണം. എന്തു പറയുന്നു? ജീവിക്കുന്നെങ്കിൽ ഇതിനു വേണ്ടി ജീവിക്കുക, ഇല്ലെങ്കിൽ ജീവിതം വെറുതെ. ഞാൻ ഈ കക്ഷിയിൽ ചേർന്നത് തമിഴ് ശെൽവൻ ഇഷ്ടമായിട്ടില്ല. എന്തിനാ പിശുക്കുന്നേ? ഇവിടെ ഇതെനിക്ക് മനസ്സറിഞ്ഞ് വിളമ്പാണോ അതോ? അയ്യോ അല്ല, നന്നായിട്ട് പാചകം ചെയ്യും. ആരുടെ സഹായമില്ലാതെ. അവരൊക്കെ എന്റെ സ്വന്തക്കാരാ. അടുക്കളയിൽ നിന്ന് പുറത്തു വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു തവണ നിങ്ങളെ കാണണമെന്ന്. ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. വേണ്ട വേണ്ട, വരാൻ പറ. വരൂ വരൂ. നമസ്കാരം. ഇത് ചന്ദ്രമ്മ, ഇത് അവരുടെ അനിയത്തിയാ. അമ്മാവനെവിടെ? വാ വാ. അത് അമ്മാവനാ. മറ്റേതൊക്കെ പിള്ളേരാ. എല്ലാരും ഭക്ഷണം കഴിച്ചോ? ചോദിച്ചോ? എന്തൊക്കെയോ പറയണോന്ന് പറഞ്ഞു. കൈ കഴുകിട്ട് എന്നോട് വാ. അദ്ദേഹം കഴിച്ചില്ല. എഴുന്നേക്കാനല്ലേ പറഞ്ഞത്? കഴിച്ചിട്ട് വേഗം വാ. എന്താ? ചെല്ല്, നോക്ക്. എന്താ? ചെല്ല്. ഇതാണ് നിന്റെ ശക്തി. ലെനിനും സ്റ്റാലിനും ഹിറ്റ്ലറും എല്ലാം കഷ്ടപ്പെട്ട് നേടിയെടുത്ത ശക്തി, മനുഷ്യന്റെ മനസ്സിലേക്ക് കടന്നില്ലാനുള്ള ശക്തി. വെറും നടനല്ലേടാ. അവരങ്ങനല്ല കരുതുന്നത്. ഇതാ കണ്ടില്ലേ, അവരുടെ മനസ്സിൽ നിന്റെ രൂപം ആഴത്തിൽ പതിഞ്ഞിരിക്കുകയാണ്. നിനക്ക് വേണ്ടി ജീവൻ തരും അവര്.
ഇത് വെച്ച് നീ എന്ത് ചെയ്യാൻ പോകുന്നു? എന്ത് ചെയ്യണം? ഇതിങ്ങനെ വിടരുത്. ഇത് ഇനിയും 1000 മടങ്ങ് ശക്തി ആർജിക്കണം. നമ്മുടെ കക്ഷിക്ക് പ്രയോജനപ്പെടുത്തണം. എല്ലാം നിന്റെ മുഖത്തും വെള്ളിത്തിരിയിലുമാണുള്ളത്. സംവരണമില്ലെന്ന് ചൊല്ലാതെ, സംവരണമില്ലെന്ന് ചൊല്ലാതെ, സമുദായ മുന്നേറ്റത്തിന് ഒരേ ഒരു തീർപ്പ്, സമുദായ മുന്നേറ്റത്തിന് ഒരേ ഒരു തീർപ്പ്, സമുദായ മുന്നേറ്റത്തിന് ഒരേ ഒരു തീർപ്പ്. നൂറ്റാണ്ടുകളായി അടിമടക്കുന്നവർക്ക് സ്വാതന്ത്ര്യം വേണ്ടേ? നൂറ്റാണ്ടുകളായി അടിമടക്കുന്നവർക്ക് സ്വാതന്ത്ര്യം വേണ്ടേ? എല്ലാവരും പാളത്തിന് കുറുകെ അണിനിരക്കുക, എല്ലാവരും പാളത്തിന് കുറുകെ അണിനിരക്കുക. പോലീസിന്റെ കയ്യൂക്ക് കണ്ട ഞങ്ങൾ പേടിക്കില്ല. പോലീസ്, പോലീസ്, നിങ്ങൾ പറഞ്ഞ പോലീസ്, നമ്മളെ കൊണ്ട് അറസ്റ്റ് ചെയ്യാൻ പോലീസ്. ഇപ്പൊ എന്തിനാ നിങ്ങൾ ഇങ്ങനെ കിടക്കുന്നത്? താഴ്ന്ന ജാതിക്കാർക്കും പിന്നോക്ക വിഭാഗക്കാർക്കും സംവരണം വേണമെന്ന ഞങ്ങളുടെ ലക്ഷ്യം കേന്ദ്രത്തെ വിളിച്ചറിയിക്കാൻ. സംവരണം നിഷേധിക്കുന്ന രാഷ്ട്രീയ നിയമം മാറ്റി എഴുതിയേ തീരൂ. ഇല്ലെങ്കിൽ ഞങ്ങളുടെ ശവങ്ങൾ ഇവിടെ ഉരുളും. ഇത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ? അത് പൊതുജനങ്ങളാണ് പറയേണ്ടത്. യാത്രക്കാർ പറയട്ടെ ഈ സമരം ഉപേക്ഷിക്കണമെന്ന്. ഞങ്ങൾ പറയാ എല്ലാരും എണീക്കണം. ഞങ്ങളുടെ ആവശ്യങ്ങളുടെ ശബ്ദമോ അല്ലെങ്കിൽ ഈ ട്രെയിൻ ദേഹത്ത് കയറി ഞങ്ങളുടെ എല്ലുകൾ നുറുങ്ങുന്ന ശബ്ദമോ ഡൽഹിയിലെ അധികാരികളുടെ കാതുകളിൽ എത്തണം. തമിഴ്, തമിഴ്, സമുദായ മുന്നേറ്റത്തിന് ഒരേ ഒരു തീർപ്പ്, സമുദായ മുന്നേറ്റത്തിന് ഒരേ ഒരു തീർപ്പ്, സമുദായ മുന്നേറ്റത്തിന് ഒരേ ഒരു തീർപ്പ്. തമിഴ്, തമിഴ്, സംവരണമില്ലെന്ന് ചൊല്ലാതെ, സംവരണമില്ലെന്ന് ചൊല്ലാതെ, തമിഴ്, 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 സമുദായ മുന്നേറ്റത്തിന് ഒരേ ഒരു തീർപ്പ്, സമുദായ മുന്നേറ്റത്തിന് ഒരേ ഒരു തീർപ്പ്. എല്ലാവരും അറസ്റ്റ് ചെയ്ത് വണ്ടിക്കറ്റ്. അടുത്ത ട്രെയിനിന് അണികൾ വരുന്നുണ്ട്, അതിലടുത്ത ട്രെയിനിന് അണികൾ വരുന്നുണ്ട്. ലക്ഷ്യം നേടാതെ ഞങ്ങൾ പിന്മാറില്ല.